Good evening all. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ദിസ് ഇസ് a 5th എപ്പിസോഡ്. നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാംസിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം 12th നടത്തുന്ന ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സീരീസ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾറെഡി അറ്റൻഡ് ചെയ്ത ആൾക്കാർ തന്നെയാവും. സോ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. സോ ഇപ്പൊ ആർക്കെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സെഷൻസ് ഏതെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, ആ വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ വെബിനാർസോ അല്ലെങ്കിൽ ക്ലാസ്സസോ ഒക്കെ വരുമ്പം ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ന്യൂമറിക്കൽസ് ഒക്കെ ആസ് നമുക്ക് ഫസ്റ്റ് ഗ്രേഡിന് ചോദിക്കുമോ എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ന്യൂമറിക്കൽസ് ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ബിക്കോസ് നമുക്ക് ന്യൂമറിക്കൽസ് നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിലും തേർഡ് ഗ്രേഡ് ആണെങ്കിലും ഇറ്റ് ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഇത് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ബെറ്റർ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ ന്യൂമറിക്കൽസും കൂടി നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഓഡിയോയും വീഡിയോ ഒക്കെ കറക്റ്റ്ലി വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസും കൂടെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് വിൽ ഗോ ടു ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, whenever color washing. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരുടെയും കമന്റ്സ് ഇപ്പോഴാണ് കണ്ടത്. വെൽക്കം ടു ദ സെഷൻ. Okay, whenever color washing on asbestos cement corrugated sheets is done, in the estimation the plain area of the sheets is increased by, അതായത് നമ്മൾ പ്ലെയിൻ ഏരിയ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും. അതായത് AC ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ആസ്ബെസ്റ്റോസ് സിമെന്റ് കോറഗേറ്റഡ് ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുന്ന എസ്റ്റിമേഷന്റെ സമയത്ത് നമ്മൾ പ്ലെയിൻ ഏരിയ എത്രയോ ഒരു പെർസെൻറ്റേജ് കൂട്ടും. ഇത് നമുക്ക് AC ഷീറ്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലാതെ വേറെ പല ഫോമിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്. SSCJക്ക് സ്ഥിരം ചോദിക്കാറുണ്ട്. സോ ഓപ്ഷൻ A is 5%, B 10%, C 15% ആൻഡ് D is 20%. ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്തോളൂ. യെസ്, ഓപ്ഷൻ C 15% കുറെ പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ D 20% പറയുന്നുണ്ട്. ആരും 10 പറയുന്നില്ല. 10 ആണ് ഞാൻ നോർമലി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വിചാരിച്ചത്. ഓപ്ഷൻ D 20% ആണ് കറക്റ്റ് ആൻസർ. ഏതായാലും നമുക്ക് ആ ടാബുല കോളം ഒന്ന് നോക്കാം. സോ ദാറ്റ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ക്യാൻ ആൻസർ അല്ലെ. നമുക്കൊന്ന് നോക്കാം അതിന്റെ കറക്റ്റ് ആൻസർ ഏത് വരും എന്നുള്ളത്. ഓക്കെ, കൊറഗേറ്റഡ് ഷീറ്റ് സർഫസ്, നിങ്ങൾക്ക് അറിയാം കൊറഗേറ്റഡ് ഷീറ്റ്സ് എന്താണെന്ന്. അപ്പോൾ കൊറഗേറ്റഡ് ഷീറ്റ്സിന്റെ പ്ലെയിൻ സർഫസിന്റെ ഏരിയ നമ്മൾ എസ്റ്റിമേഷന്റെ സമയത്ത് എത്രയെങ്കിലും പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇഫ് ഇറ്റ് സിംപ്ലി എ കൊറഗേറ്റഡ് ഷീറ്റ്, വെറുതെ ഒരു കൊറഗേറ്റഡ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് 14% ആണ് കൊടുക്കുന്നത്. പിന്നെ ഈ നെയ്നിറ്റൽ പാറ്റേൺ, അതായത് റോൾസ് ഉള്ള ടൈപ്പ്, അതുപോലെ കൊറഗേറ്റഡ് ഷീറ്റ്സ്, അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബട്ട് കൊറഗേറ്റഡ് ഷീറ്റ്സ് എന്ന് വെറുതെ ചോദിക്കുകയാണ്, സിംപ്ലി കൊറഗേറ്റഡ് ഷീറ്റ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 14% ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ ആസ്ബെസ്റ്റോസ് സിമന്റ് ഷീറ്റ്സ് കൊറഗേറ്റഡ് ആയിട്ടുള്ള AC ഷീറ്റ്സ് ആണെങ്കിൽ 20%. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആസ്ബെസ്റ്റോസ് സിമന്റ് ഷീറ്റ്സ് അല്ലെങ്കിൽ AC ഷീറ്റ്സ് കൊറഗേറ്റഡ് ആണെങ്കിൽ അതിന്റെ പ്ലെയിൻ ഏരിയ ഇസ് ഇൻക്രീസ് ബൈ 20%. ഈ സെമി കൊറഗേറ്റഡ്, ഞാൻ അതാ പറഞ്ഞത് 20 10 ആണ് നമുക്ക് സാധാരണ തെറ്റിപ്പോകുന്നത്. ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് സെമി കൊറഗേറ്റഡിന്റെ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ആസ്ബെസ്റ്റോസ് സിമന്റ് ഷീറ്റ്സ് ഇഫ് ഇത് സെമി കൊറഗേറ്റഡ്, സെമി ആയിട്ട് കൊറഗേഷൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പ്ലെയിൻ ഏരിയ ഇസ് ഇൻക്രീസ് ബൈ 10% ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആൻസർ പറഞ്ഞു 20% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റരുത്. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ടർ പൊല്യൂട്ടഡ് വിത്ത് സീവേജ് വാട്ട് ഡസ് BOD സിഗ്നിഫൈ? BOD എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സീവേജ് പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ, നമ്മൾ നമ്മുടെ ലാൻഡ് ഡിസ്പോസൽ ഉണ്ട്, വാട്ടർ ഡിസ്പോസൽ ഉണ്ട്. വാട്ടർ ഡിസ്പോസൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് BOD എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് BODയുടെ വാല്യൂ വെച്ചിട്ടാണ് വെദർ ഇറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ലാൻഡിലേക്ക് കൊടുക്കണോ എന്നൊക്കെ ഉള്ള കാര്യം. വിത്തൗട്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വിത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ടാബുല കോളം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കുന്നുണ്ട്. സോ BOD എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ A ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ B
ബാക്ടീരിയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ സി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ ഡി ബയോളജി ഓഫ് ഡീഗ്രഡേഷൻ. എന്താണ് കറക്റ്റ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ സി. ഒരുപാട് പേര് പറയുന്നുണ്ട് ഓപ്ഷൻ സി എന്നുള്ള ആൻസർ. യെസ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. നമുക്ക് എ ലെവൽ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ചോദിക്കും. നമുക്ക് നാളത്തെ സെഷൻ, നാളെ ലാസ്റ്റ് ഡേ ആണ് ഓഫ് കോഴ്സ്, എനിക്കറിയാം. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. 1 hour അല്ലേ, നിങ്ങൾ പഠിച്ചിട്ട് ബാക്കി റിവിഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് എൻവയോൺമെന്റലിന് കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഇനി വെറും 2 ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓൾവേസ് ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. എപ്പോഴും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, പഠിക്കുന്നതിന് കൂടുതൽ ടൈം കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്ട്സ് എല്ലാം തന്നെ ബേസിക് ലെവലിൽ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു പോകാൻ നോക്കുക. റാദർ ദാൻ ഒരുപാട് നമ്മൾ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിന് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം ആണ്. ജിയോ ടെക്നിക്കലൊക്കെ പോയി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 of തേർഡ് ക്വസ്റ്റ്യൻ. സുർക്കി ഈസ് ആഡഡ് ടു ലൈം മോട്ടാർ 2. സുർക്കി എന്തിനാണ് ലൈം മോട്ടാറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓപ്ഷൻ എ പ്രിവെന്റ് ഷ്രിങ്കേജ്, ഓപ്ഷൻ ബി ഡിക്രീസ് സെറ്റിംഗ് ടൈം, ഓപ്ഷൻ സി ഇൻക്രീസ് ബൾക്ക്, ഓപ്ഷൻ ഡി ഇമ്പാർട്ട് ഹൈഡ്രോളിസിറ്റി. സുർക്കി ഈസ് ആഡഡ് ടു ലൈം മോട്ടാർ ടു ഇൻക്രീസ്, എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ്? ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാനാണോ, സെറ്റിംഗ് ടൈം കുറയ്ക്കാനാണോ, ബൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ഹൈഡ്രോളിസിറ്റി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഓപ്ഷൻ എ, സി, പ്രിവെന്റ് ഷ്രിങ്കേജ് ഒക്കെ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് എല്ലാവരും പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ SSC ജിയുടെ ഒരു പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സുർക്കി നമ്മൾ ലൈം മോട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി ഹൈഡ്രോളസിറ്റിയും സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷ്രിങ്കേജിന് അതിന് വലിയ ബന്ധമില്ല കേട്ടോ. ഓക്കെ, ഷ്രിങ്കേജിന് അതിന് വലിയ ബന്ധമില്ല. സോ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹൈഡ്രോളിസിറ്റി ഇതൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം മോട്ടറിനകത്ത് സുർക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടു ഇമ്പാർട്ട് ഹൈഡ്രോളിസിറ്റി. സ്ക്രീൻ ക്ലിയർ അല്ല, ജസ്റ്റ് ഒന്ന് റെസൊല്യൂഷൻ വീഡിയോയുടെ കൂട്ടി നോക്കൂ. സെറ്റിംഗ്സ് എടുത്തിട്ട് 720p വല്ലതും കൊടുത്തു നോക്കൂ. സോ ദാറ്റ് ദ വീഡിയോ വിൽ ബി ക്ലിയർ. നിങ്ങൾ ഓട്ടോ മോഡിൽ ഇടുമ്പോഴാണ് ഏറ്റവും കുറവ് ഡേറ്റ സേവിങ് മോഡിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ ആയിട്ട് വരാത്തത്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മുകളിൽ സെറ്റിംഗ്സ് ആ ഒരു 3 ഡോട്ട്സ് ഉണ്ടാവുമല്ലോ, അതിൽ ഞെക്കി കഴിഞ്ഞാൽ യു ക്യാൻ അഡ്ജസ്റ്റ് യുവർ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല ബ്ലേർഡ് ആയിട്ട് തന്നെയാണ് കാണാറുള്ളത്. സ്ക്രീൻ ക്ലിയർ അല്ലാത്തത് അവിടുത്തെ പ്രശ്നമാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റും തോന്നുന്നു. ഞാനും യൂട്യൂബ് ഒരു സൈഡിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ബിക്കോസ് എനിക്ക് കമന്റ്സ് അല്ലാണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട്. സോ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് സ്ക്രീനും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഫോർ ഓൾ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മോട്ടാർ ടു വിച്ച് സിമെന്റ് ആൻഡ് ലൈം ആർ മിക്സ്ഡ് ഇസ് കോൾഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം ആൻസർ പറഞ്ഞോളൂ. ഒരു മോട്ടാർ ഉണ്ട്, അതിൽ സിമെന്റും ലൈമും, അതായത് 2 ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗേജ് മോട്ടാർ, സിമെന്റ് മോട്ടാർ, ലൈം മോട്ടാർ, ലൈറ്റ് വെയിറ്റ് മോട്ടാർ. എന്താണ് പറയുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗേജ്ഡ് മോട്ടാർ. ഒന്നിൽ കൂടുതൽ ബൈൻഡിങ് മെറ്റീരിയൽ, മിക്സ്ചർ ഓഫ് സിമെന്റ്, ലൈം അല്ലെങ്കിൽ സുർക്കി അങ്ങനെ വല്ലതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? ദേ ആർ കോൾഡ് ബൈ ദ നെയിം ആസ് ഗേജ്ഡ് മോട്ടാർ. ഇത് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ ഗേജ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും എന്തായാലും ശരിയാവും, നമുക്കും അറിയായിരിക്കും ആൻസർ. ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബബിൾ ചെയ്യുമ്പം ലുക്ക് വെദർ യു ആർ ബബിളിംഗ് ദ കറക്റ്റ് ആൻസർ. എ ആണെങ്കിൽ എ തന്നെയാണ് ബബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി നമുക്കൊരു അത്യാവശ്യം നല്ലൊരു നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഒരു ESCയുടെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇതിനകത്ത് ഇട്ടുപോയതാണ് അറിയാതെ, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. വെൻ സാൻഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റോർഡ് അറ്റ് സൈറ്റ് ഇൻ സ്റ്റാക്സ് ഓഫ് 61 cm ഹൈറ്റ്, വാട്ട് അലവൻസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാക്കിന്റെ ഹൈറ്റ് 61 cm ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷ്രിങ്കേജിന് വേണ്ടിയിട്ട് എത്ര അലവൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 7.5%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 12.5%. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ. എയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ ഓവർസിയറിന് ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഗസ് ചെയ്യേണ്ട, അറിയത്തില്ലെങ്കിൽ വിട്ടോളൂ. ഇവിടെ വെച്ച് നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ഹാവിംഗ് എ ടെൻഡൻസി ടു ഗസ് ഇറ്റ് ഇൻ ദ എക്സാം ഹോൾ ഓൾസോ. അതുകൊണ്ട് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അറിയത്തില്ല എന്ന് തന്നെ വെച്ചാൽ മതി. അത് അല്ലാതെ കണ്ട് ഗസ് അടിക്കാൻ നിൽക്കേണ്ട ആരും. മിക്കവരും ആൻസർ പറയാൻ സാധ്യത കുറവാണിത്. ഇതങ്ങനെ റെയർലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല എന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ.
ഇറ്റ് ഇസ് 12.5%. ഓപ്ഷൻ ഡി 12.5% ആണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ ആൻസർ പറയണ്ട, അറിയത്തില്ലെങ്കിൽ വിട്ടോളൂ. ഓപ്ഷൻ ഡി 12.5% ആണ് കറക്റ്റ് ആൻസർ. വെൻ സാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സ്റ്റോർഡ് അറ്റ് 12.5% ആണ്, 7.5 അല്ല, 12.5. വെൻ സ്റ്റാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സ്റ്റോർഡ് അറ്റ് സൈറ്റ് ഇൻ സ്റ്റാക്സ് ഓഫ് 61 cm ഹൈറ്റ്, വാട്ട് അലവൻസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഷുഡ് ബി പ്രൊവൈഡഡ്? ഷ്രിങ്കേജിന് എത്ര അലവൻസ് കൊടുക്കണം? ഇത് 12.5% ആണ്. ഓക്കെ, അത് ശരിക്കും ആ വാല്യൂ ഓർത്ത് വെക്കേ ഉള്ളൂ, അല്ലാതെ വേറെ കൺസെപ്റ്റുവൽ ലെവലിലൊന്നും പറയാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് ഹൈഡ്രോളിക് ലൈം മോട്ടാർ at 28 days curing ശേഷം should not be less than modulus of rupture of hydraulic lime mortar after 28 days curing should not be less than. Option A 1 Newton per mm square, option B 2 Newton per mm square, option C 2.5 Newton per mm square, option D 3 Newton per mm square. ക്വസ്റ്റ്യനും കാണാൻ സാധ്യത കുറവാണ്. അറിയോ ആൻസർ? മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് ഹൈഡ്രോളിക് ലൈം മോട്ടാർ ആണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് എല്ലാവരും. 2.5 നമ്പർ കണ്ടിട്ടുള്ള ഒരു എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ഇതുകൊണ്ടാണോ 5? എല്ലാവരും സി ആണ് പറയുന്നത്. ആക്ച്വലി 1.05 ആണ് വാല്യൂ കറക്റ്റ് ആയിട്ട് വരിക. നമുക്ക് ഓപ്ഷൻ പ്രകാരം ഏറ്റവും നിയറസ്റ്റ് ആൻസർ ആയിട്ട് 1 Newton per mm square എടുക്കാവുന്നതാണ്. സോ ഓപ്ഷൻ എ 1 Newton per mm square is a correct answer. Modulus of rupture of hydraulic lime mortar after 28 days curing should not be less than 1.05 Newton per mm square അല്ലെങ്കിൽ 1 Newton per mm square. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈം. Okay, calcination of limestone results in quicklime. Option 2, lime produced from pure variety of chalk is hydraulic lime. Hydrated lime is obtained by treating quicklime with water. Which of the following statements are correct? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നന്നായി വായിച്ചു നോക്കുക. ഫസ്റ്റ്, calcination of limestone results in quicklime. നിങ്ങൾ ജസ്റ്റ് നമ്പർ ചെയ്താൽ മതി. 1, 2, 3 ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് മാത്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, റോങ് ആണോ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് നോക്കുക. എന്താ വരിക? കാൽസിനേഷൻ നമുക്കറിയാം അല്ലെ, ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് കാൽസിനേഷന് വിധേയമാകുമ്പോൾ യു വിൽ ഗെറ്റ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഈ കാൽസ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈം എന്ന് പറയാം. അപ്പൊ അത് കറക്റ്റ് ആണ്. കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ റിസൾട്ട്സ് ഇൻ ക്വിക്ക് ലൈം. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 1 കറക്റ്റ് ആണ്. എല്ലാവരും പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൈം പ്രൊഡ്യൂസ് ഫ്രം പ്യുവർ വെറൈറ്റി ഓഫ് ചോക്ക് ഇസ് കോൾഡ് ആസ് ഹൈഡ്രോളിക് ലൈം. പ്യുവർ വെറൈറ്റി ഓഫ് ചോക്കിൽ നിന്ന് കിട്ടുന്നതിന് നമ്മൾ ക്വിക്ക് ലൈം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഹൈഡ്രോളിക് ലൈം അല്ലേ, അപ്പൊ അത് തെറ്റാണ്. തേർഡ് വൺ, ഹൈഡ്രേറ്റഡ് ലൈം ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ട്രീറ്റിംഗ് ക്വിക്ക് ലൈം വിത്ത് വാട്ടർ. യെസ്, ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. ഹൈഡ്രേറ്റഡ് ലൈം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ക്വിക്ക് ലൈം, പ്യുവറസ്റ്റ് ഫോം ഓഫ് ലൈമിനെ നമ്മൾ വാട്ടറുമായി, യെസ് നമുക്ക് പറഞ്ഞ കറക്റ്റ് ആണ്, നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹൈഡ്രോളിക് ലൈം. സോ അവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ളത് 1 ഉം 3 ആണ്. 1 and 3. Next question നോക്കാം. The split tensile strength of M15 grade of concrete as compared to percentage of its compressive strength is. Split tensile strength of M15 grade of concrete as compared to percentage of its compressive strength. ഇതിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഫസ്റ്റ് ഗ്രേഡ് മാത്രം നോക്കുന്നവരുണ്ടെങ്കിൽ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ ഫസ്റ്റ് ഗ്രേഡ് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. യെസ്, ഒരാളും പറഞ്ഞിട്ടുണ്ട്. ആൻസർ 10% പറയുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് വേറെ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് M15 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആസ് കമ്പയർഡ് ടു പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത്. നമുക്ക് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. വാല്യൂ എത്രയാണ്? നമുക്ക് 0.7 റൂട്ട് FCK ഡിവൈഡഡ് ബൈ കംപ്രസീവ് സ്ട്രെങ്ത് എന്താണ്? FCK. നമുക്ക് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അല്ലെ. സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആസ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻറ്റു 100. ഇവിടെ M15 ആണ് തന്നിട്ടുണ്ട്. സോ റൂട്ട് ഓഫ് 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 100. സോ ഇത് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നു വാല്യൂ? ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 18 അടുത്ത് വരും കേട്ടോ ആൻസർ. 10 ആണ് കുറേ പേരും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ്
ഇത് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഓപ്ഷൻസ് 10 to 15%, 15 to 20%, വളരെ ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. 20 to 25% ആൻഡ് 25 to 30%. സോ 15 to 20% ആണ് കറക്റ്റ് ആൻസർ വരിക. 18% ആണ് ഏകദേശം വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് വേണമെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ ക്രോസ് ഇടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. ഇത് കുറച്ചൊരു ലെവൽ കൂടിപ്പോയി. ആക്ച്വലി ഞാൻ ആഡ് ചെയ്തപ്പം പറ്റിപ്പോയതാണ്. സാരമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കും. നമുക്കൊന്നും മേ ബി ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഓൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് 15 cm by 30 cm കോൺക്രീറ്റ് സിലിണ്ടർ ടു ദാറ്റ് ഓഫ് 15 cm ക്യൂബ് ഓഫ് സെയിം കോൺക്രീറ്റ്. ഇത് വെറുതെ നിങ്ങളെ കറക്കാനായിട്ട് ഡയമെൻഷൻസ് ഒക്കെ തന്നിരിക്കുകയാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വെറുതെ നമുക്ക് ഡയമെൻഷൻസ് തന്നിരിക്കുന്നു. അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് എ സ്ട്രെങ്ത് ഓഫ് 15 cm by 30 cm കോൺക്രീറ്റ് സിലിണ്ടർ. നമ്മുടെ സിലിണ്ടർ ഉണ്ടല്ലോ, കോൺക്രീറ്റിന്റെ സിലിണ്ടറിന്റെ സ്ട്രെങ്ത്തും 15 cm ക്യൂബിന്റെ സിലിണ്ടറും തമ്മിലുള്ള സ്ട്രെങ്ത് റേഷ്യോ ആണ്. ഇത് എല്ലാവരും അറിയാവുന്ന ആൻസർ ആണ്. സോ എല്ലാവരും കമന്റ് ചെയ്തോളൂ. ഒരാൾ മാത്രമാണ് ഇതുവരെ കറക്റ്റ് പറഞ്ഞത്. യെസ്, 0.85. ഓപ്ഷൻ സി 0.85 ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓർത്ത് വെക്കണം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിലിണ്ടറിന്റെയും അതുപോലെ തന്നെ ശരിക്കും 0.7 to 0.95 ആണ് കറക്റ്റ് വരുന്ന ആൻസർ. സോ നമുക്ക് 0.85 എന്നുള്ള ആൻസറിലേക്ക് പോവാം. ഇതാണ് റേഞ്ച്. ജസ്റ്റ് ഒന്ന് റേഞ്ച് അറിഞ്ഞിരുന്നാൽ മതി. എന്നാലും മിക്ക എക്സാമുകൾക്കും ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് 0.85 തന്നെയാണ് കൊടുക്കാറ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 0.85 തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി 0.85 ആണ് കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ജനറൽ shrinkage in cement concrete is caused by option A carbonation, option B stressed due to external load, option C drying with starting with stiff consistency, drying with starting with wetter consistency. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ജനറൽ shrinkage എപ്പോഴാണ് ഉണ്ടാവുന്നത്? ജനറൽ shrinkage കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറൽ shrinkage in cement concrete is caused by കാർബണേഷൻ. കാർബണേഷൻ കാരണമാണോ? സ്ട്രെസ്ഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. എക്സ്റ്റേണൽ ലോഡ് കാരണമാണോ? യെസ്, വാട്ടർ. കുറെ പേര് പറഞ്ഞതും കറക്റ്റ് ആണ്. എഫോ ആരാണത്? തൻസീലു. എഫ് അല്ല, സോറി. കുറെ പേര് നന്ദു, എല്ലാരും പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണ്. വിപിൻ, സലു, തൻസീലു, ധനു ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സച്ചു, എല്ലാരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഡ്രൈയിങ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് വെറ്റർ കൺസിസ്റ്റൻസി. വെറ്റർ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആ വെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വാട്ടർ പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഇവാപറേറ്റ് ചെയ്യുന്ന സമയത്ത് സർഫസിൽ എന്തുണ്ടാവും? ഷ്രിങ്കേജ് ക്രാക്സ് അല്ലെങ്കിൽ ഷ്രിങ്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡ്രൈയിങ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് വെറ്റർ കൺസിസ്റ്റൻസി. ഓപ്ഷൻ ഡി ഈസ് യുവർ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി കുറേയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ളതെല്ലാം സിമ്പിൾ ആണ്. ഇതിന് ആൻസർ പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീസണിങ് മെത്തേഡ് ഇസ് അഡോപ്റ്റഡ് ഫോർ ദ റാപ്പിഡ് സീസണിങ് ഓഫ് ടിമ്പർ ഓൺ ലാർജ് സ്കെയിൽ ടു ഒബ്റ്റെയിൻ ഡിസൈഡ് മോയിസ്ചർ കണ്ടന്റ്. വളരെ ലാർജ് സ്കെയിലിൽ നമുക്ക് നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് സീസണിങ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ എയർ സീസണിങ്, ഓപ്ഷൻ ബി കിലൺ സീസണിങ്, ബോയിലിംഗ് സീസണിങ്, ഓപ്ഷൻ സി കിലൺ സീസണിങ്, ഓപ്ഷൻ ഡി വാട്ടർ സീസണിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആക്ച്വലി എന്തായിരുന്നു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നമ്മുടെ മറ്റേ ഒരു സെക്കൻഡ്, ഗോ ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ പറഞ്ഞല്ലോ, ഷ്രിങ്കേജിന്റെ കാര്യമാണ് ചോദിച്ചിരുന്നത്. ഷ്രിങ്കേജ് എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടിട്ട് അത് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഒരുപാട് വെറ്റർ കൺസിസ്റ്റൻസി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വെറ്റർ കൺസിസ്റ്റൻസി ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ വെറ്റ്നെസ് അല്ലെങ്കിൽ ഈ വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കൂടുതൽ ഷ്രിങ്കേജ് ഉണ്ടാകും. സോ വെറ്റർ കൺസിസ്റ്റൻസി സിലിണ്ടർ, അത് കുറേയും കൂടെ മുന്നേ ഉള്ളതല്ല. 0.85 റേഷ്യോ അതാണ് കേട്ടോ. സിലിണ്ടറിന്റെയും ട്യൂബിന്റെയും തമ്മിലുള്ള ആ ടെസ്റ്റ് നടത്തുമ്പോൾ ഉള്ള റിസൾട്ട്സിന്റെ വേരിയേഷൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അത് ആ വാല്യൂ പഠിച്ചു വെക്കണം. ലാർജർ വോളിയം ചേഞ്ച് എത്രയേ ഉള്ളൂ അതിനകത്ത്. ഒരുപാട് വോളിയം ചേഞ്ച് ഉണ്ടാവും വാട്ടർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ. ഇത് വേറെ
കാര്യം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് പറയുന്നതിന് മുമ്പേ സെഷൻ എൻഡ് ആയിപ്പോയി. ടൈം നമുക്ക് കുറച്ച് കൂടുതലായിപ്പോയി. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതും കുറച്ച് കൂടുതലായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ അധികം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ. ഏതാണ് ലാർജ് സ്കെയിലിൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയൂ. ഓപ്ഷൻ 3. എല്ലാവരും 3 പറഞ്ഞിട്ടുണ്ട്. കിലൻ സീസണിങ് ആണ് അല്ലെ? യെസ്, കിലൻ സീസൺ ആണ് നമുക്ക് ലാർജ് സ്കെയിലൊക്കെ നമ്മുടെ സീസറിങ് നടത്തുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഫോർ എ കോളം ഇസ്? കോളത്തിന് ഏറ്റവും മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള സെക്ഷൻ ഏതാണ്? 1 റെക്ടാങ്കുലർ, ഓപ്ഷൻ ബി സോളിഡ് റൗണ്ട്, ഓപ്ഷൻ സി ഫ്ലാറ്റ് സ്ട്രിപ്പ്, ഓപ്ഷൻ ഡി ട്യൂബുലാർ സെക്ഷൻ. പറഞ്ഞോളൂ ആൻസർ. ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഡി കറക്റ്റ് ആണ്. ട്യൂബുലാർ സെക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ട്യൂബുലാർ സെക്ഷൻ ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുന്നത് കമ്പയർ ടു റെക്ടാങ്കുലർ ആണെങ്കിലോ സോളിഡ് റൗണ്ട് ആണെങ്കിലോ ഫ്ലാറ്റ് ട്രിപ്പ് ആണെങ്കിലോ ഒക്കെ സ്ട്രിപ്പ് ആണെങ്കിലോ? എന്തുകൊണ്ടാണ് വി ആർ ടെല്ലിംഗ് ദാറ്റ് ദ ട്യൂബുലാർ സെക്ഷൻ ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഒന്നുമില്ല. ഈ ട്യൂബുലാർ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ട്യൂബുലാർ സെക്ഷന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഹയർ ആണ്. അതിന്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞു. സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ല, ട്യൂബുലാർ ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ജിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റും സെപ്പറേറ്റ് കൊടുക്കണ്ട. ട്യൂബുലാർ സെക്ഷൻ ആസ് സച്ച് നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ തിയറട്ടിക്കലി അതിന്റെ പറഞ്ഞത്. കുറച്ചും കൂടെ നമ്മുടെ സ്ട്രക്ചറൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഒക്കെ വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ 4 ഇസ് യുവർ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർവേയിങ് which is used to determine additional details such as boundaries of fields is called as? പറഞ്ഞോളൂ ആൻസർ. സിറ്റി സർവേയിങ്, ലൊക്കേഷൻ സർവേയിങ്, കഡസ്ട്രൽ സർവേയിങ്, ടോപ്പോഗ്രഫിക്കൽ സർവേയിങ്. ബൗണ്ടറീസും അതുപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് കഡസ്ട്രൽ സർവേ ആണ്. ഓപ്ഷൻ സി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ സി എല്ലാവരും പറയുന്നുണ്ട്. ഗായത്രി, ഫാത്തിമ എല്ലാവരും പറയുന്നുണ്ട്. യെസ്, യുവർ ആൻസർ ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A rectangular plot of 16 kilometer square in area is shown on a map by a similar rectangular area of 1 centimeter square. ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്. ആ റെക്ടാങ്കുലർ പ്ലോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം ചെയ്തപ്പോൾ പറ്റിപ്പോയത്. നമ്മൾ നമ്മുടെ സെറ്റിൽമെന്റ് ഓഫ് ക്ലേയുടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇക്വേഷൻ എഴുതിയത് SF/SP is equal to ആക്ച്വലി ഇക്വേഷൻ BF/BP ആണ്. ഞാൻ എഴുതിയപ്പോൾ തിരിഞ്ഞു പോയി. BP/BF ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് തിരിച്ച് എഴുതിയിട്ട് ചെയ്യണം. ആൻസർ കറക്റ്റ് ആണ് ഫൈനലി പറഞ്ഞത്. എന്നാലും ഞാൻ എഴുതിയപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെഷൻസിലൊക്കെ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഡേ നിങ്ങൾ പോയി നോക്കുവാണെങ്കിൽ നമ്മൾ ഒന്നിലും 30 ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഡിസ്കസ് ചെയ്ത്. നമ്മളൊരു ഓൺ ആവറേജ് 50 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, 5th ഡേ ആണ് നിങ്ങളൊരു 250 ക്വസ്റ്റ്യൻസോളം ഇതിനോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്താൽ പോലും ഇത്രയും ക്വസ്റ്റ്യൻസ് വരണം എന്നില്ല. നിങ്ങൾ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഗ്രൂപ്പായിട്ട് പഠിക്കണം അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി നടത്തണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ തന്നെ ഇതാണ്. നമുക്ക് ഒരുപാട് പേര് ഇരുന്ന് ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് തെറ്റുമ്പോൾ അയ്യോ എനിക്ക് തെറ്റി, എനിക്ക് എന്തുകൊണ്ടാണ് തെറ്റിയത്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പൊ ഏതായാലും ഗോ ഓൺ വിത്ത് ദാറ്റ്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്, ആ ഒരു ദിവസം മാക്സിമം കൊടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് 16 kilometer square in area shown on the map by a similar rectangular area of 1 centimeter square. 1 centimeter square area ആയിട്ടാണ് കാണിക്കുന്നത്. Then representative fraction of the scale to measure a distance of 40 kilometer will be? ഓപ്ഷൻ സി ആണോ എല്ലാവർക്കും കിട്ടുന്നത്? കമന്റ്സ് പോയതാണ്. പറഞ്ഞോളൂ, ആൻസർ പറയൂ. തേർഡ് ഗ്രേഡ് വേറെ ഈ സെഷൻ. യെസ്, നമുക്ക് ഇപ്പൊ നമ്മുടെ എക്സാം 12th കഴിഞ്ഞു. 12th എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 14, 15, 16 ആവുമ്പോഴത്തേക്ക് നമ്മൾ 16 to 20 വരെ നമ്മൾ എയ്ക്ക് ഇതേപോലെ സെഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലൈക്ക് ESCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട്
പക്ക നമ്മൾ ഈ എക്സാംസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സി അല്ല കേട്ടോ കറക്റ്റ് ആൻസർ, ഞാൻ പറയാം ആൻസർ. അതുപോലെ തന്നെ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മുടെ തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിനും ഇതുപോലെ എല്ലാ ദിവസവും അടുപ്പിച്ച് ഒരു 1 വീക്കോ ഇങ്ങനെ വല്ല മാരത്തോൺ പോലെ നടത്തുന്നതായിരിക്കും. സോ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, ഇവിടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ബി അല്ലേ എല്ലാവർക്കും കിട്ടിയത്? ബി ആണ് കറക്റ്റ് ആൻസർ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. എന്താണ്, എങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഓൺ മാപ്പ്, ലെങ്ത് ഓൺ മാപ്പ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓൺ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ലെങ്ത് ഓൺ തേർഡ് ഗ്രേഡിന് വേക്കൻസി കുറേ ഉണ്ടോ? തേർഡ് ഗ്രേഡിന് പറയാം ലെങ്ത് ഓൺ ഗ്രൗണ്ട്. തേർഡ് ഗ്രേഡ് ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരു ഹൈറാക്കി എന്ന് പറഞ്ഞാൽ അറിയാലോ, എ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ഇങ്ങനെയാണ് നമ്മുടെ ഹൈറാക്കി പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ എക്ക് പൊതുവെ വേക്കൻസികൾ കുറവായിരിക്കും. ഫസ്റ്റ് ഗ്രേഡിന് കുറച്ചുകൂടി കൂടുതലുണ്ടാവും, സെക്കൻഡിന് കുറച്ചുകൂടി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വരിക തേർഡ് ഗ്രേഡിനാണ്. ഇതൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തേർഡ് ഗ്രേഡിൽ വരുന്ന ആൾക്കാരെല്ലാം വേറെ എല്ലാ ലിസ്റ്റുകളിലും ഉണ്ടാവും. അപ്പൊ ഇവർ കുറെ പേര് അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് തേർഡ് ഗ്രേഡിൽ വേക്കൻസി വരും. അത് മാത്രമല്ല തേർഡ് ഗ്രേഡിൽ നിന്ന് പ്രൊമോഷനും നടക്കുന്നുണ്ടാവും. അപ്പൊ പ്രൊമോഷൻ നടക്കുമ്പോൾ തേർഡ് ഗ്രേഡിൽ വീണ്ടും വേക്കൻസി വരും. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടലി നമുക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്നത് തേർഡ് ഗ്രേഡ്. അപ്പൊ തേർഡ് ഗ്രേഡ് കമ്പയർഡ് ടു എ ആൻഡ് ഫസ്റ്റ് ഗ്രേഡ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? 1 സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ സ്ക്വയറും 16 ഏരിയയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റൂട്ട് എടുക്കാം. അതായത് 1 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 16 കിലോമീറ്റർ സ്ക്വയർ എന്നുള്ളത് 16ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ എന്ന് വരും. അപ്പൊ സെന്റിമീറ്റർ 1:2 എന്നല്ലേ നമുക്ക് എടുക്കേണ്ടത്? 1:2 കിലോമീറ്ററിന് സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. യെസ്, ആൻസി ഈ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻസി മീറ്ററിലേക്ക് ഫസ്റ്റ് മാറ്റുക, കിലോമീറ്ററിന് 1000 കൊണ്ട്, പിന്നെ അതിന് എന്ത് ചെയ്യുക? 4000 മീറ്ററായി. ഇനി അതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ 100 കൂടെ ചെയ്യാം. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഏരിയ തന്നു കഴിഞ്ഞാൽ റൂട്ട് എടുത്ത് ചെയ്യുക കേട്ടോ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി കണ്ടോ? സീറോസ് കുറവാണെങ്കിൽ കൂടി ഓപ്ഷൻ എയിലോ ഡിയിലോട്ടൊക്കെ പോകാൻ ടെൻഡൻസി ഉണ്ട്. ഏരിയ ആയതുകൊണ്ട് റെഡ്യൂസ് ഇറ്റ് ടു ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഞാൻ തരുന്നില്ല, കാര്യം ഞാൻ ഒരുപാട് സെഷനിൽ ഈ കാര്യം പറഞ്ഞ് കോഡടക്കം പറഞ്ഞു തന്നതാണ്. എന്നാലും ചിലപ്പോൾ ആ സെഷൻസ് ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തത്. എന്താണ് ഇതിന്റെ ആൻസർ? ഇഫ് മെറ്റീരിയൽ ഹാസ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡിറക്ഷൻ ഇറ്റ് ഇസ് സെഡ് ടു ബി. ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓപ്ഷൻ ഇല്ലാതെയും കൂടെ ആൻസർ ചെയ്ത് പഠിക്കണം. ഇഫ് എ മെറ്റീരിയൽ ഹാസ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡിറക്ഷൻസ് ഇറ്റ് ഇസ് സെഡ് ടു ബി. യെസ്, വെരി ഗുഡ്. ഐസോട്രോപിക് കറക്റ്റ് ആൻസർ ആണ്. ഐസോട്രോപിക് ഞാൻ പറഞ്ഞു, നമ്മുടെ വീട് പോലെ എടുക്കുക. അതായത് വീട്ടിൽ ഇപ്പം നമ്മൾ ഇത് നമ്മുടെ വീടാണ്, ഈ പോയിന്റ് നമ്മുടെ വീടാണെന്ന് വിചാരിക്കുക. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഏകദേശം എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. ഒന്നെങ്കിൽ ലുക്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. ഇല്ലാത്ത 1-2 പേര് എക്സെപ്ഷണൽ ഉണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാരും എന്തായിരിക്കും? ഒന്നായിരിക്കും അല്ലെ? അപ്പൊ നമ്മളൊരു പോയിന്റ് എ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് ഡയറക്ഷൻ എടുത്താലും, ഇഫ് യു ആർ കൺസിഡറിങ് എനി ഡിറക്ഷൻ XYZ അല്ലെങ്കിൽ എനി ആർബിട്രറി ഡിറക്ഷൻ ലൈക്ക് ദിസ്, ഏത് ഡിറക്ഷൻ എടുത്താലും ഇഫ് യു ആർ ഹാവിങ് ഐഡന്റിക്കൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്, ഒരു പർട്ടിക്കുലർ പോയിന്റ്, അല്ലെങ്കിൽ ഇത് എ എന്ന് പറയുന്ന ഒരു വീടാണ്, വീടിനുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടെ എല്ലാം ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിനെ വി വിൽ ബി കോളിംഗ് ഇറ്റ് ബൈ ദ നെയിം ഐസോട്രോപിക്. ഓക്കെ, ഐസോട്രോപിക് എന്ന് പറയും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ what is called by homogeneous? ഹോമോജീനിയസും ചോദിക്കാറുള്ളതാണ്. സെയിം ഡിറക്ഷൻ. അതെ, ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അറ്റ് എനി ഗിവൺ ഡിറക്ഷൻ നമുക്ക് ലാസ്റ്റ് ഇപ്പം ഒരു പർട്ടിക്കുലർ യെസ് ഇൻ സെയിം ഡിറക്ഷൻ ഡിഫറെന്റ് പോയിന്റ് പല, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. ആരത് നന്ദുവാണ് അല്ലേ പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ സേ എ, ദിസ് ഇസ് പോയിന്റ് ബി. അപ്പൊ ഞാൻ ഇതുപോലെ XYZ ഡിറക്ഷൻ, ഒരു ആർബിട്രറി ഡിറക്ഷൻ. എക്സ് ആക്സിസിൽ ഇഫ് ഐ എം ഹാവിങ് ദ പ്രോപ്പർട്ടി E1, വേറെ ഏതൊരു പോയിന്റ് ഈ മെറ്റീരിയൽ എടുത്താലും, വെദർ ഇറ്റ് ഇസ് BCD, ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എല്ലാം എക്സ് ഡിറക്ഷനിൽ എന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ത് തന്നെയായിരിക്കും? E1 തന്നെയായിരിക്കും. ഏത് ഫോർ എ ഗിവൺ ഡിറക്ഷൻ, അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിവറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ
Option A, type of diameter, length and head size. Option B, type of diameter. Option C, type of diameter and length. Option D, type of diameter, length and mode of riveting. എന്താണ് കറക്റ്റ് ആൻസർ വരിക? Rivets are specified by option A, type of diameter, length and head size. വിപിൻ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി. രണ്ടുപേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും യെസ് അല്ല ഇനി കറക്റ്റ് ആൻസർ വരുന്നുണ്ട് താഴേക്ക്. നന്ദു ഓപ്ഷൻ ഡി ആണോ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തന്നെ ആക്ച്വലി നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിയാൽ മതി. റിവറ്റ് എപ്പോഴും അതിന്റെ ഡയാമീറ്റർ വെച്ച് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുക. ഓപ്ഷൻ ബി ഇസ് യുവർ കറക്റ്റ് ആൻസർ. ഡയാമീറ്റർ വെച്ച് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുക, തെറ്റിക്കരുത്. ഓപ്ഷൻ ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഒന്നും വരത്തില്ല. ഓപ്ഷൻ ബി ഇസ് യുവർ കറക്റ്റ് ആൻസർ. ഇത് ഈ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിരിക്കുന്നതന്നെ നമ്മളെ തെറ്റിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമാണ്. Next question. A liquid forms an interface between another liquid or gas. The surface energy per unit area of the interface is known as. Question വായിച്ചു നോക്കുക. A liquid forms an interface with another liquid or gas. അതായത് ഒരു ലിക്വിഡ് വേറൊരു ലിക്വിഡായിട്ട് ഒരു ഇന്റർഫേസ്, അല്ലെങ്കിൽ ഒരു ഇമ്മിസിബിൾ ആയിട്ട് വേറൊരു ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഗ്യാസുമായിട്ടോ ഈ ഡെഫിനേഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. The surface energy per unit area. Then surface energy per unit area നമ്മൾ എന്ത് പറയും? Surface tension, specific energy, specific heat, suction energy. Yes, surface tension ആണ് എന്താണ് surface energy per unit area. Newton per meter ആണ് നമ്മുടെ യൂണിറ്റ്. Next question നോക്കാം. When a canal and drainage approach each other at same level, the structure so provided is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ നിന്നും ഇത്രയും നല്ല ക്വസ്റ്റ്യൻ ഇനി വരത്തില്ല. എന്താണ് കറക്റ്റ് ആൻസർ? അക്വിഡക്റ്റ്, സൈഫൺ, ലെവൽ ക്രോസിംഗ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. യെസ്, ഓപ്ഷൻ സി ലെവൽ ക്രോസിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ. രണ്ടും ഒരേ ലെവലിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ലെവൽ ക്രോസിംഗ്. കനാൽ ഓവർ ഡ്രെയിനേജ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അക്വിഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ റെയിൻഫോൾ ഇസ് ജനറലി റെക്കോർഡഡ് അറ്റ്. ഇന്ത്യയിൽ റെയിൻഫോൾ ജനറലി എത്ര മണിക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്? 8 AM, 12 noon, 4 PM, 8 PM. സില്ലി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം നമുക്ക്, പക്ഷെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ സില്ലി ആയിട്ട് വിടുന്ന പല കാര്യങ്ങളും ആയിരിക്കും മേ ബി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ എ 8 AM ആണ് കറക്റ്റ് ആൻസർ. 8 മണിക്കാണ് നമ്മൾ റെയിൻഫോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഒരു ദിവസം എത്ര മഴ പെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8 AM റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എന്ന പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസസ് മാസ് കർവ് ഓഫ് റെയിൻഫോൾ, റെക്കോർഡ്സ് ക്യുമുലേറ്റീവ് റെയിൻ, is sometimes called integrating rain gauge or continuous rain gauge. Option D, all of the above. Recording type rain gauge. Yes, പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ എ പറയുന്ന ആൾക്കാർ സി പറയുന്നുണ്ട്. ഡി ആണ് മെജോറിറ്റി. ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ നമ്മുടെ എന്താ റെക്കോർഡിംഗ് ടൈപ്പിനകത്ത് റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് റെയിൻഫോൾ അല്ലേ. അപ്പോൾ റെയിൻഫോൾ നിൽക്കുമ്പോൾ നമുക്കവിടെ മാസ് കർവ് ആണ് കിട്ടുന്നത്. അതായത് ക്യുമുലേറ്റീവ് റെയിൻഫോൾ നമ്മൾ മെഷർ ചെയ്തിട്ട് മാസ് കർവ് ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ് ആണ്. അതിന് ഇന്റഗ്രേറ്റിംഗ് റെയിൻ ഗേജ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് റെയിൻ ഗേജ് എന്നും പറയാറുണ്ട്. ഓപ്ഷൻ എ അല്ല കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ ദ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ജനറലി യൂസ് ദിസ്. ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഏതാണ്? വെയിങ് ടൈപ്പ്, ടിപ്പിംഗ് ടൈപ്പ്, ഫ്ലോട്ട് റെക്കോർഡിംഗ് ടൈപ്പ്, നോട്ട് ആപ്ലിക്കബിൾ.
റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ സി ഫ്ലോട്ട് റെക്കോർഡിംഗ് ടൈപ്പ്. ഫ്ലോട്ട് ടൈപ്പ് ആണ് ഇന്ത്യയിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത്. Next question, for determination of annual average precipitation in a catchment area, the best method is float or siphon. Correct. For determination of average annual precipitation in a catchment basin, the best method is arithmetical method, Tyson main method, isohedral method, none of these. എല്ലാവർക്കും അറിയാലേ ഐസോഹെഡ്രൽ മെത്തേഡാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിട്ടൈൻഡ് ബൈ സബ്സോയിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഈസ് കോൾഡ് ആസ്. സബ്സോയിൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എത്ര വെള്ളം റീറ്റെയിൻ ചെയ്യുന്നു അതിന് എന്ത് പറയും? ഓപ്ഷൻ എ ഈൽഡ്, ഓപ്ഷൻ ബി പോറോസിറ്റി, ഓപ്ഷൻ സി സ്പെസിഫിക് ഈൽഡ്, ഓപ്ഷൻ ഡി സ്പെസിഫിക് റിട്ടൻഷൻ. യെസ്, ഓപ്ഷൻ ഡി സ്പെസിഫിക് റിട്ടൻഷൻ. എത്ര റീറ്റെയിൻ ചെയ്യുന്നു എന്നല്ലേ സബ്സോയിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ് കുഷൻ ഫോർ എ ബ്രോഡ് ഗേജ് വുഡൻ സ്ലീപ്പർ ഓഫ് സൈസ് 275 by 25 by 13 centimeter with 75 centimeter sleeper spacing is. Minimum depth of ballast cushion for a broad gauge wooden sleeper of size 275 by 25 by 13 centimeter with 75 centimeter sleeper spacing is. 30 centimeter. At times related like specific retention, specific yield. സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ അക്വഫറോ അല്ലെങ്കിൽ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചറിന് എത്രത്തോളം വെള്ളം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. സ്പെസിഫിക് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു അക്വഫർ അല്ലെങ്കിൽ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ ഇതിന് എത്ര വെള്ളം ഈൽഡ് ചെയ്തെടുക്കാൻ പറ്റും, എത്ര വെള്ളം ഈൽഡ് ചെയ്യാൻ പറ്റും. യെസ്, ആരോ കറക്റ്റ് ആൻസർ പറയുന്നുണ്ടല്ലോ. ഓപ്ഷൻ സി 25 കറക്റ്റ് ആൻസർ ആണ്. 25 എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം എസ് മൈനസ് ഡബ്ല്യു അല്ലെങ്കിൽ ഡബ്ല്യു മൈനസ് എസ് വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ പഠിച്ച ആ ഒരു ഫോമിൽ വെച്ച് പഠിച്ചാൽ മതി. അതായത് നമ്മുടെ ഡയമെൻഷൻ ഇവിടെ എത്രയാണ്? 275 by 25 by 13 ആണ്. സ്ലീപ്പർ സ്പേസിംഗ് 75 ആണ്. സോ 75 minus 25 by 2 which is equal to 50 by 2, 25 centimeter. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫോമുല മറന്നോ? ഫോമുല മറക്കാൻ പാടില്ല. ഞാനതാ പറഞ്ഞത്, നമ്മൾ കുറേ കൺസെപ്റ്റ് വൈസ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടോ കാര്യമില്ലെന്നല്ല, ഓഫ് കോഴ്സ് വേണം. പക്ഷെ നമ്മൾ ഫോമുലാസ് പല സ്റ്റേജിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അത് ആരുടെയും പ്രശ്നമൊന്നുമല്ല. നമുക്കല്ല, എനിക്കാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഫോമുലാസ് എഴുതുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് റിപ്പീറ്റഡ്ലി. നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ബാഡ് ലക്ക് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചോദിക്കും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം നോക്കുക, എ ലെവൽ പഠിക്കുമ്പോഴത്തേക്ക് റെയിൽവേക്കൊന്നും ഒത്തിരി സമയം കളയണ്ട. റെയിൽവേയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആ 2 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. അതുപോലെ ഹാർബർ ആണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. എയർപോർട്ട് ആണെങ്കിൽ 1-2, അതിലൊന്നായിരിക്കും മിക്കവാറും. ഫോമുല അറിയില്ല. ഫോമുല ആക്ച്വലി നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു ബല്ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബല്ലാസ്റ്റിൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, നമ്മുടെ ആപ്പിലാണെങ്കിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഐ എം ടെല്ലിങ് ലൈക്ക് ദാറ്റ് നമുക്ക് ഒത്തിരി ടൈം പോകും. അതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് എസ് മൈനസ് ഡബ്ല്യു ബൈ 2 ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ആണ്, ഡബ്ല്യു വിഡ്ത്ത് ആണ്, ഡിവൈഡഡ് ബൈ 2. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലീപ്പർ ഡെൻസിറ്റി ഇൻ ഇന്ത്യ ഇസ് നോർമലി കെപ്റ്റ് ആസ്. ഇന്ത്യയിലെ എസ് മൈനസ് ബിയോ ഡബ്ല്യു എങ്ങനെ വേണേലും എടുക്കാം. എസ് മൈനസ് ബി ബൈ ഓവർസിയറിന് പഠിക്കണ്ട കേട്ടോ. ഞാൻ എക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ എയർപോർട്ടും ഹാർബറും ഒന്നും പഠിക്കുകയേ വേണ്ട, നോക്കുകയോ വേണ്ട കേട്ടോ. അതിനൊന്നും ടൈം കളയല്ലേ. അതൊന്നും സിലബസ് പ്രകാരം ഇല്ല. പക്ഷെ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. PSC കാര്യമാണ്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളത് പഠിച്ച് ടൈം കളയണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അതിന് വേണ്ടിയിട്ട് പോകണ്ട. ആര്യ എന്താണ് ചോദിച്ചത്? മാം ഓവർസിയർ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആര്യ. അത് നിങ്ങൾ പഠിച്ച് ടൈം കളയേണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ കാര്യം നമ്മുടെ സിലബസിൽ ഒന്നും
പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഡിപ്ലോമ ലെവലുകാർക്ക് അതൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മളിപ്പോൾ PSC ചെയ്യുന്നതൊന്നും അങ്ങനെ അല്ലാത്തത് കൊണ്ട് വി കാൺ പ്രഡിക്റ്റ് എനിത്തിങ്. എന്താണ് കറക്റ്റ് ആൻസർ ഇതിന്റെ? റെയിൽവേ നോക്കണം. റെയിൽവേ ഓഫ് കോഴ്സ് ഫുൾ നോക്കണം. റെയിൽവേ ഫുൾ നോക്കണം. ഈവൻ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് വരെ നോക്കി വെക്കണം. നിങ്ങൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് വരെ ടേൺ ഔട്ട്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് റെയിൽവേ ഫുള്ള് നോക്കിക്കോളൂ. റെയിൽവേക്കകത്തൊന്നും ഒരു ഡൗട്ടും വേണ്ട. ഓപ്ഷൻ എ ആണ്. M+2 M+7 ആണ് കേട്ടോ. ഇതുപോലെ ഈ എ പഠിക്കുന്നവര് ലാസ്റ്റ് ദിവസങ്ങളിൽ പഠിച്ചാൽ മതി. ഈ റെയിൽവേ, എയർപോർട്ട്, ഹാർബർ, അർബൻ പ്ലാനിങ് ഒക്കെ ലാസ്റ്റ് ദിവസം പഠിച്ചാൽ, സെക്കൻഡ് ലാസ്റ്റ് ദിവസം പഠിച്ചാൽ മറന്നു. പിന്നെ നമുക്ക് പഠിച്ചു നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടും. ഇന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് ഡേ ആകുമ്പോൾ എന്തായാലും മറന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ അതിന് വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. അതിനേക്കാളും ബെറ്റർ ലാസ്റ്റ് ദിവസവും സെക്കൻഡ് ലാസ്റ്റ് ദിവസവും പഠിക്കുന്നതാണ് നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്, സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ്, ടഫ്നെസ് ആൻഡ് വിയർ റെസിസ്റ്റൻസ് ആൻഡ് ഹാർഡ്നെസ്. ഡെപ്ത് ഓഫ്, നമ്മൾ അത് വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ആക്ച്വലി 20 to 25 സെന്റിമീറ്റർ കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടുള്ളത് ആക്ച്വലി ഈ നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ് ഇസ് ദ ഇൻഡെക്സ് ഓഫ്, എന്താണ് പറഞ്ഞോളൂ? വരട്ടെ, എല്ലാവരുടെ ആൻസർ വരട്ടെ. വേഗം വേഗം. യെസ്, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലീപ്പേഴ്സ് വിച്ച് സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ആൻ ഐഡിയൽ സ്ലീപ്പർ ആർ. ഒരു ഐഡിയൽ സ്ലീപ്പറിന്റെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ലീപ്പർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാസ്റ്റ് അയൺ, RCC, സ്റ്റീൽ, വുഡൻ. കാസ്റ്റ് അയണിലേക്ക് പോകരുത്. നമ്മുടെ പാവം വുഡൻ സ്ലീപ്പർ ആണ് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഫയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ആരും അങ്ങനെ വുഡൻ സ്ലീപ്പേഴ്സ് ഉപയോഗിക്കാത്തത്. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പം വുഡൻ സ്ലീപ്പേഴ്സ് ഒക്കെ മാറിയതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് ഒന്നും തീരെ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഏറ്റവും നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആരാണ്? നമ്മുടെ വുഡൻ സ്ലീപ്പർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രോഡ് ഗേജ് ഇസ് ഡാഷ് മീറ്റർ വൈഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. പറഞ്ഞോളൂ ആൻസർ. ബ്രോഡ് ഗേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോർസ്റ്റ് ഗ്രേഡ് 1-നും ചോദിച്ചുകൂടായികയില്ല. ബിക്കോസ് നമ്മൾ പഴയ 2015 എയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഫസ്റ്റ് ഗ്രേഡിന് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഓപ്ഷൻ ഡി 1.676 മീറ്റർ. 1 മീറ്റർ ആരുടെയാണ്? കറക്റ്റ് ആണ്. 1 മീറ്റർ ആരുടെയാണ്? പറയൂ. യെസ്, മീറ്റർ ഗേജ്. കമന്റ്സ് ഇങ്ങനെ ഓടി ഓടി പോവാണ്. ഓക്കെ, ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ മെയിൻ സിറ്റീസ് ആൻഡ് റൂട്ട്സ് ഓഫ് മാക്സിമം ഇന്റൻസിറ്റീസ് ദ ടൈപ്പ് ഓഫ് ഗേജ് അഡോപ്റ്റഡ് ഇസ്. Main cities and routes of maximum intensities, the type of gauge, broad gauge, meter gauge, narrow gauge, all of these. ആൻസർ കമന്റ് ചെയ്തോളൂ. ഡിലേ ഉണ്ട് കമന്റ് വരുന്നതിൽ. കുറെ പേര് സി പറയുന്നുണ്ടല്ലോ. നാരോ ഗേജ് ഒക്കെ. ഓപ്ഷൻ എ ബ്രോഡ് ഗേജ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗേജ് റെപ്രസെന്റിംഗ് ദ മാക്സിമം വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് up to which a railway vehicle may be built is known as. The gauge representing the maximum width and height up to which a railway vehicle may be built is known as. Broad gauge, narrow gauge, loading gauge, all of these. A അല്ല, ബ്രോഡ് ഗേജ് അല്ല. ഓപ്ഷൻ സി ലോഡിംഗ് ഗേജ് ആണ്. ലോഡിംഗ് ഗേജ് ഇസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. കമന്റ് ഇച്ചിരി ലാഗ് ഉണ്ട് കേട്ടോ. ഇൻ ഇന്ത്യ ഫോർ മീറ്റർ ഗേജ് ട്രാക്ക് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ലോഡഡ് ഗുഡ്സ് വാഗൺ ഇസ് ഫിക്സ്ഡ് ആസ്.
3.43 meter, 4.72 meter, 5.32 meter. Option D, 5.87 meter. 3.43 meter ആണ് correct answer. Option A. Next question, the coning of wheels is made to prevent lateral movement of the axle, lateral movement of the wheel, damage of inside edges of rails, all of these. എന്തിനാണ് കോണിങ് ഓഫ് വീൽസ്? നമുക്കറിയാലോ വീൽസ് നമ്മൾ 1/20 ആക്സിങ് ഓഫ് സ്ലീപ്പേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്രിവെന്റ് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ദ ആക്സൽ, ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ദ വീൽസ്, അതുപോലെ തന്നെ ഡാമേജ് ടു ദ ഇൻസൈഡ് എഡ്ജസ് ഓഫ് റെയിൽസ്, ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻസ് വായിച്ച് ആൻസർ പറയുക. വേഗം കണ്ട ഉടനെ ആൻസർ പറയരുത്. വരട്ടെ, ആൻസർ വരട്ടെ. ലാറ്ററൽ മൂവ്മെന്റ് ആണോ എല്ലാവരും പറയുക? ഓപ്ഷൻ ഡി, ഡാമേജ് ടു ദ ഇൻസൈഡ് എഡ്ജസ് ഓഫ് വീൽസ് എന്തായാലും ഉണ്ട്. യെസ്, ഓപ്ഷൻ ഡി. Next question, creep is larger on curves in new rails than in old rails, both A and B, none of these. Creep is greater. എവിടെയാണ് creep കൂടുതൽ? കർവ്സിലാണോ, ന്യൂ റെയിൽസിലാണോ, ബോത്ത് A and B ആണോ? None of these. Yes, both A and B. Creep കർവ്സിലും ന്യൂ റെയിൽസിലും ഒക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് മേ ബി ഡിഫൈൻഡ് ആസ്. ഇറിഗേഷൻ നന്നായിട്ട് പഠിച്ചോളൂ, ഇറിഗേഷനിൽ നിന്ന് എല്ലാ ഭാഗവും പഠിച്ചോളൂ കേട്ടോ. റിസർവോയർ ആണെങ്കിലോ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണെങ്കിലോ എല്ലാം പഠിക്കണം കേട്ടോ. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈങ് വാട്ടർ ടു ദ സോയിൽ ഫോർ റേസിംഗ് ക്രോപ്സ്, എ സയൻസ് ഓഫ് പ്ലാനിംഗ് and designing an efficient and economical irrigation system, the engineering of controlling and harnessing the various natural sources of water by construction of dams, canals, and finally distributing water to the agriculture fields, all of the above. Simple question ആണ്. ഇതെല്ലാം ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻസ് തന്നെയാണ്. ഓപ്ഷൻ ഡി. Irrigation is necessary in an area where there is scanty rainfall, where the rainfall is non-uniform, where commercial crops require more water, all of the above. വേഗം പറഞ്ഞോളൂ, പകുതി പോലും ആയിട്ടില്ല. വേഗം ആട്ടെ. ഇന്നും ഈ സെഷനിനകത്ത് ഫുൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേഗം ആൻസർ പറയും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഇറിഗേഷൻ പർപ്പസ് pH വാല്യൂ ഓഫ് വാട്ടർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 3 to 6, 6 to 8.5, 8.5 to 11. Option D, more than 11. Yes, 6 to 8.5. Next question, the permissible limit of error in chaining for measurement on rough or hilly ground. Permissible limits of error in chaining for measurement on rough or hilly ground. Option A, 1 in 2000. Option B, 1 in 1000. Option C, 1 in 500. Option C, 1 in 250. Yes, correct answer. 1 in 1000 അല്ല നന്ദു. ഓപ്ഷൻ ഡി 1 in 250 ആണ്. ആ ഒരു ടാബുല കോളം ഉണ്ട്. ആ ടാബുല കോളത്തിൽ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് എറർ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ട്. സർവേയിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ, പൊന്മയുടെ ബുക്കുകളിലൊക്കെ ഉണ്ട്. ഒന്ന് റെഫർ ചെയ്തോളൂ. ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെയാണ് നമുക്ക് ഓവർസിയറിന് മെഷർ ചെയ്യപ്പെടുന്നത്. പണ്ടൊക്കെ സ്ഥിരം ചോദിക്കായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഇൻ എ ഡയഗണൽ സ്കെയിൽ only units can be shown, units tens can be shown, unit tens and hundreds can be shown, units tens, hundreds and thousands can be shown. Diagonal scale. Yes, option C. 3 dimensions പറ്റും. Units, tens, hundreds, 3 പറ്റും diagonal scale. Next question, in an engineering drawing it is written that scale 1 centimeter is equal to 100 meter. Which ratio does it correspond to? 1 സെന്റിമീറ്റർ 100 മീറ്റർ ആണെന്ന് എഴുതിയിട്ടുണ്ട് സ്കെയില്. അങ്ങനെയാണെങ്കിൽ ശരിക്കും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. 1:1 1/100 എന്താക്കി മാറ്റുക? സെന്റിമീറ്ററിലേക്ക് മാറ്റുക. എന്താ കറക്റ്റ് ആൻസർ വരിക?
1/10,000. Option C. Correct answer. Next question. What is the angle in degrees between two plane mirrors of an optical square? What is the angle in degrees between two plane mirrors of an optical square? Option C, 45 degree. ഇതുപോലെ തന്നെ 90 ഡിഗ്രി ആൻസർ വരുന്ന ഒരു ചോദ്യം ഉണ്ട്. Can you tell me the question? ഞാൻ ആൻസർ പറഞ്ഞുതരാം, നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരും. 90 ഡിഗ്രി വരുന്ന ഈ ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിൽ നിന്ന് തന്നെ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സി കറക്റ്റ് ആണ്, എല്ലാവരും സി പറയുന്നുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. യെസ്, ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ തമ്മിലുള്ള ആംഗിൾ അത് ട്വൈസ് ഓഫ് ഈ 45 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഇസ് 90 degree. Option D. Next question. Marking the end of chain length is an example of. Marking the end of a chain length is an example of positive error, negative error, cumulative error, compensative error. Yes, compensating error ആണ്. വേണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. Option D, compensating error. Next question. The error due to sag of tape or chain is known as. Question വായിക്കുക. Error due to sag of tape or chain is known as positive error, negative error, cumulative error, compensating error. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ്? സാഗ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത് അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ കൂടുതലായിരിക്കും ട്രൂ വാല്യൂവിനെക്കാളും. സോ എറർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കറക്ഷൻ സാഗ് കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകാം, പക്ഷേ ഇത് എറർ ആണ്. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ പറഞ്ഞ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് എലിമിനേറ്റ്സ് എറർ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ? കർവേച്ചറും റിഫ്രാക്ഷനും കാരണമുള്ള എറർ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എന്നുള്ളത്. Option A, fly leveling. Option B, leveling by equalizing the distances of foresight and backside. Check leveling, precise leveling. Cumulative വരില്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ് എങ്ങനെയാണ് വരിക? ക്യുമുലേറ്റീവ് വരത്തില്ല, പോസിറ്റീവ് എറർ തന്നെയാണ് വരിക. മോസ്റ്റ് കറക്റ്റ്ലി പോസിറ്റീവ്, നമ്മുടെ പോസിറ്റീവ് എറർ തന്നെയല്ലേ വരിക. ഇതിന് ആൻസർ പറയൂ. ടൈമായി വരുന്നു, 5 minutes കൂടി ഉള്ളൂ, വേഗാട്ടെ. സ്റ്റിൽ ഒരു 10-16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ്, ഓപ്ഷൻ ബി, ലെവലിംഗ് ബൈ ഈക്വലൈസിംഗ് ദ ഡിസ്റ്റൻസസ് ഓഫ് ഫോർസൈറ്റ് ആൻഡ് ബാക്ക് സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ്സ്. ക്യുമുലേറ്റീവ്, പോസിറ്റീവ് എറർ രണ്ടും പറയാം. മോസ്റ്റ് കറക്റ്റ്ലി നമ്മൾ പോസിറ്റീവ് എററിലേക്ക് പോയെന്ന് മാത്രം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു 2 ഓപ്ഷൻസും. SSCയുടെ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോളൂ. സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലെ? ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ റെപ്രസെന്റ്സ് സ്റ്റീപ്പ് സ്ലോപ്പ്. ഓപ്ഷൻ എ. Which of the following is not a permanent adjustment in theodolite? സിമ്പിൾ ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വെർട്ടിക്കൽ പ്ലേറ്റ് ലെവൽ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടെലസ്കോപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വെർട്ടിക്കൽ സർക്കിൾ ഇൻഡെക്സ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. തെറ്റിക്കരുത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതൂ പ്ലീസ്. കുറച്ച് പേര് കറക്റ്റ് ആണ് പറയുന്നത്, പക്ഷെ കുറേയും പേര് എ ആണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ തിയോഡലൈറ്റ്? ഓപ്ഷൻ ഡി, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How does the size of theodolite specified by? Theodoliteന്റെ സൈസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക? By diameter of by length of telescope, by diameter of vertical circle, by diameter of upper plate, by diameter of lower plate.
യെസ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ലോവർ പ്ലേറ്റിന്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സൈസ് ഓഫ് തിയോഡലൈറ്റ് മെൻഷൻ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി. Next question, in a tension member, if more than one rivet holes are off the line, the failure of the member depends upon. In a tension member, if more than one rivet holes are off the line, the failure of member depends upon option A, pitch, option B, gauge, option C, diameter of rivet holes, option D, all of the above. Yes, option D, all of the above. Correct. Next question, compression members always tends to buckle in the direction of. Simple question ആണ്, തെറ്റിക്കാതെ പറയൂ. Compression members always tends to buckle in the direction of least radius of gyration, axis of load, perpendicular to the axis of load, minimum cross section. തെറ്റിക്കരുത് വാല്യൂ. Option A, least radius of gyration. Next question, in truss it is assumed that the members are joined by. ട്രസ്സിൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, മെമ്പേഴ്സ് എങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. റഫ് പിൻ, സ്മൂത്ത് പിൻ, എയ്തർ റഫ് ഓർ സ്മൂത്ത് പിൻ, നൺ ഓഫ് ദീസ്. ടൈം കഴിയാറായി ഏകദേശം. 2 ക്വസ്റ്റിനൂടെ നോക്കി നമുക്ക് ഇൻഡപ്പ് ചെയ്യാം. യെസ്, സ്മൂത്ത് പിൻ ആണ്. പിൻ ജോയിന്റഡ് ആണ്, പിന്നെ അവിടെ ഫ്രിക്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നു. സോ സ്മൂത്ത് ആണെന്ന് ഓർത്താൽ മതി. സോ സ്മൂത്ത് പിൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹാർഡസ്റ്റ് വുഡ്? ബബുൾ, ചിർ, ടേക്ക്, സിഷം. ഏതാണ് ഹാർഡസ്റ്റ് വുഡ് എന്ന് പറയുന്നത്? തേക്കാണോ ഹാർഡസ്റ്റ് വുഡ്? എല്ലാവരും തേക്കാണ് പറയുന്നത് ഹാർഡസ്റ്റ് വുഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്, ഓപ്ഷൻ ഡി, സിഷ. Timber having maximum resistance against white ant is obtained from. Yes, option D. Next question, wastage of timber is a maximum in case of ordinary sawing, tangential sawing, radial sawing, quarter sawing. Yes, quarter sawing. Next question, bulk modulus of fluid is the ratio of. Fluid in the bulk modulus ആണ് കേട്ടോ. Shear stress to shear strain, increase in volume to the viscosity of fluid, increase in pressure to volumetric strain, critical velocity to velocity of fluid. Bulk modulus of fluid is the ratio of. Yes, option C, delta P by delta V by V ആണ്. So the increase in pressure to the volumetric strain. അതാണ് correct answer വരാം. Next question, when the cohesion between molecules of fluid is greater than adhesion between fluid and glass, then the free level of the fluid in glass tube dipped in glass vessel will be. നല്ലൊരു question ആണ്. When the cohesion between molecules of a fluid is greater than adhesion between fluid and the glass. അതായത് നമ്മുടെ cohesion എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഹഷൻ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കോളേജിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഒരു എന്താ പറയുക, നമ്മളെല്ലാം ഒരുപോലെയാണ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അത്
മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ് റാദർ ദാൻ അഡ്ഹഷൻ ഫോഴ്സ്. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് അടി കൂടുന്നു എന്ന് ഓർത്താൽ മതി. സെയിം ആണ്. കൊഹഷൻ ഡിഫറെന്റ് ആണ് അഡ്ഹഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, അപ്പൊ ഫ്രീ ലെവൽ ഓഫ് ഫ്ലൂയിഡിന് എന്താ സംഭവിക്കുന്നത്, മോളിക്യൂൾസ് തമ്മിലാണ് അട്രാക്ഷൻ കൂടുതൽ. മറ്റേ സർഫസ് ഇപ്പൊ വെള്ളം, നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ഗ്ലാസ് ട്യൂബിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള മോളിക്യൂൾസ് ഒക്കെ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആണ്. പക്ഷേ ഈ വാട്ടർ മോളിക്യൂളും ഈ ഒരു ഗ്ലാസ് ട്യൂബും തമ്മിൽ അട്രാക്ഷൻ കുറവാണ്. അപ്പൊ സർഫസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ലോവർ ദാൻ ദ സർഫസ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പൊ എന്താ ചെയ്യുന്നത്, വെള്ളം റൈസ് ചെയ്യത്തില്ല, വെള്ളം ഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ലോവർ. ഓപ്ഷൻ ബി. Next question, the changes in gradient and vertical curve are covered under which type of alignment? ഗ്രേഡിയന്റിന്റെ ചേഞ്ച്, വെർട്ടിക്കൽ കർവ്സ് എല്ലാം നമ്മൾ ഏത് അലൈൻമെന്റിലാണ് പഠിക്കുന്നത്? ഹൊറിസോണ്ടൽ അലൈൻമെന്റ്, വെർട്ടിക്കൽ അലൈൻമെന്റ്, ജോമെട്രിക് ഡിസൈൻ, ഹൈവേ സ്പെസിഫിക്കേഷൻസ്. വേഗം പറയുക. യെസ്, ഓപ്ഷൻ ബി, വെർട്ടിക്കൽ അലൈൻമെന്റിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഫോം സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് കനാൽ ഹെഡ് ഫോളോയിങ് ഇസ് കൺസ്ട്രക്റ്റഡ്. നമുക്കൊരു സ്റ്റിൽ വാട്ടർ പോക്കറ്റ് കനാൽ ഹെഡിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവാൻ വേണ്ടി ഏത് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ് നമ്മൾ ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഫ്രിഷ് ലാഡർ, ഡിവൈഡ് വാൾ, ഡാം, നൺ ഓഫ് ദി അബോവ്. ഇതിനെല്ലാം നിങ്ങൾ പറയണം കേട്ടോ. ഏത് ഡൈവേർഷൻ ഹെഡ് വർക്കാണ് ഇതിനകത്ത് വരുന്നത്? ഫിഷ് ലാഡർ ആണോ, ഡിവൈഡ് വാൾ ആണോ, ഡാം ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓപ്ഷൻ ബി, ഡിവൈഡ് വാൾ അല്ലേ. ഫിഷ് ലാഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിഷിന്റെ അക്വാട്ടിക് ലൈഫിന്റെ കൺസർവേഷന് വേണ്ടി നമ്മൾ ബാഫിൾ വോൾസോട് കൂടി ഇതുപോലെ ഇങ്ങനെ ബാഫിൾ വോൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് വാട്ടറിന്റെ വെലോസിറ്റി ചെറുതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അക്വാട്ടിക് ലൈഫ് ഡിസ്റ്റർബ് ചെയ്യാതെ പോകും. ഡാം ഒക്കെ അറിയാലോ. സോ ദിസ് ഇസ് യുവർ ഡിവൈഡ് വാൾ. ഇതാണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഉണ്ടാവണം ഈ ഭാഗത്ത്, കണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ ഡിവൈഡ് വാൾ കൊടുക്കുന്നത്. ഓക്കെ, ഡൈവേർഷൻ ഹെഡ് വർക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഫിഷ് ലാഡർ. ഇവിടെ വെയർ കാണും, വെയറിനകത്ത് നമുക്ക് സ്ലൂസസ് ഉണ്ട് അടിയിൽ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഫിഷ് മൂവ്മെന്റിന് വേണ്ടി. യെസ്, കറക്റ്റ്. നെക്സ്റ്റ് ഇസ് ഡ്യൂട്ടി ഇസ് ലാർജസ്റ്റ് അറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂട്ടി ഇസ് ലാർജസ്റ്റ് അറ്റ് എവിടെയാണ്? ഓൺ ഫീൽഡ്, അറ്റ് ദ ഹെഡ് ഓഫ് ദ മെയിൻ കനാൽ, അറ്റ് സെയിം അറ്റ് ഓൾ പ്ലേസസ്, നൺ ഓഫ് ദി അബോവ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യെസ്, ഫീൽഡിലാണ്. എന്തുകൊണ്ടാണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഡ്യൂട്ടി ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ് അല്ലെ. അതായത് ഡ്യൂട്ടി കൂടുന്നത് ഡിസ്ചാർജ് കുറയുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ഒരു കനാലിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുകയാണ്. കനാലിൽ നിന്ന് നമ്മൾ ആദ്യമേ മെയിൻ കനാൽ ഉണ്ട്, പിന്നെ മേജർ ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പൊ ഇത് മെയിൻ കനാലാണ്, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, പിന്നെ അവിടെ നിന്ന് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി വഴി ഫീൽഡിൽ എത്തുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കനാലിൽ നിന്ന് വെള്ളം വിടുന്ന സമയത്ത് ഡിസ്ചാർജ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, ഡിസ്ചാർജ് കൂടുതലായിരിക്കും. ഡിസ്ചാർജ് കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ഇക്വേഷനിൽ ഡ്യൂട്ടിയുടെ വാല്യൂ കുറവായിരിക്കും. പിന്നീട് നമ്മൾ അങ്ങോട്ട് പോയി വരുമ്പോൾ ലോസസ് ഒക്കെ വഴി ഡിസ്ചാർജിന്റെ വാല്യൂ കുറഞ്ഞു വരും. അറ്റ് ഫീൽഡിൽ എത്തുമ്പോൾ എന്താണ്? ഏറ്റവും കുറവ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് വളരെ കുറവാണ്. ഡിസ്ചാർജ് വളരെ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡ്യൂട്ടി വളരെ കൂടും. അതുകൊണ്ട് ഡിസ്ചാർജ് എവിടെയാണ് ഏറ്റവും കൂടുതൽ? ഫീൽഡിലാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ ഒരു സെഷനും കൂടിയാണുള്ളത്. നാളെ പറ്റുമെങ്കിൽ ഒരു 1 hour സ്പെയർ ചെയ്ത് വന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒന്നും അടിക്കാതെ മാക്സിമം ടൈം പഠിത്തത്തിന് വേണ്ടി മാത്രം വെച്ചാൽ. ഒരുപാട് ടെൻഷൻ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഫോർമുലാസ് ഓർമ്മയില്ലല്ലോ, GT കുറച്ച് ആഡ് ചെയ്യും. GT അത്രയ്ക്ക് നമുക്ക് ചോദിക്കത്തില്ല. പക്ഷേ നമ്മൾ ആഡ് ചെയ്താലും അത് കുറെ വേസ്റ്റേജ് ഓഫ് ടൈം ആവും. നമ്മൾ ഒത്തിരി അങ്ങ് ഡെപ്തിൽ GT പഠിച്ചിട്ടും GT നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ GT മെയിൻലി ആഡ് ചെയ്യാത്തത്. GT ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ വന്നു, ചിലപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഈ PSCയുടെ ക്വസ്റ്റ്യനുകളായതുകൊണ്ട് വി കാൻ പ്രെഡിക്റ്റ് എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഏതായാലും ടെൻഷൻ അടിക്കാതെ മാക്സിമം ഡിവോട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ടെൻഷനൊക്കെ തോന്നുന്നെങ്കിൽ റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഗോ ടു സ്റ്റഡീസ് അഗെയിൻ, ടൈം അധികം കളയാതെ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. നാളത്തെ സെഷനിൽ കാണാം. ഓക്കെ.